ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY ആണ്. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ലൂഫ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു പൈസ പോലും ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തം തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലൂഫ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ ഇരിക്കും. കാണാനാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതേ ഒരു എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഇങ്ങനത്തെ ടൈപ്പ് ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ പഴയ ഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ ഷോളിൻ്റെയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് കട്ടിയില്ലാത്ത ഭയങ്കര റഫ് അല്ലാത്ത ടൈപ്പ് ഒരു നെറ്റാണ്. എന്നാൽ അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒരു സ്ക്രബിങ് എഫക്റ്റ് തരുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചെടുക്കണം. 3 പീസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്ററോളം ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നന്നായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ലെങ്ത്ത് എടുത്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ലൂഫ ഇട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലെങ്ത്ത് ഏകദേശം ഒരു മീറ്ററോളമെങ്കിലും എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു അറ്റത്ത് പിടിച്ചിട്ട് ആ ഒരു വിഡ്ത്തിനനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് കൈ വെച്ചിട്ട്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് ആ ഒരു തുണി മൊത്തം ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് 2 കൈ വെച്ചിട്ട് ചുരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലാണ് നമ്മുടെ ലൂഫേൻ്റെ ഭംഗി ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു ലൂഫ അത്യാവശ്യം നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് 2 അറ്റവും അത്യാവശ്യം കറക്റ്റ് ആവുന്ന രീതിയിൽ വരുത്തുക. ഭയങ്കരമായിട്ട് കറക്റ്റായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഒരെണ്ണം തന്നെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് കുറേ ഉള്ള പോലെ തന്നെ തോന്നുന്നില്ലേ. അപ്പോൾ നമ്മളിത് മടക്കിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ല ലെങ്ത്തിലെടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തതും കൂടെ ഞാനിങ്ങനെ ചുരുട്ടിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാ തുണിയും ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നടുവേ കെട്ടിക്കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ നെറ്റിന് തന്നെ സെയിം മെറ്റീരിയലാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നടുവേ കെട്ടിക്കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഏത് വരം ത്രെഡോ എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം കട്ടിയുള്ളത് യൂസ് ചെയ്യാം. നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. ഇതാണ് നമ്മുടെ ലൂഫേൻ്റെ എന്താ പറയുക ആ ഒരു ലൂഫ ആക്കിയിട്ട് മാറ്റുന്ന ഈ ഒരു കെട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ടിക്കൊടുക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് നമ്മളൊരു ഹാങ്ങിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 2 അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് കെട്ടിക്കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ നല്ല സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ തന്നെ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ബാക്കിയുള്ള ആ ഒരു എന്താ പറയുക ആ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതോടെ നമ്മുടെ ലൂപ്പ് ഉണ്ടാക്കണ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. അങ്ങനെ വിടർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് വിടർത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂഫ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലൂഫ യൂസ് ചെയ്യുന്ന അതേ ഒരു രീതിക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് ഹാഷായിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള ടൈപ്പ് നെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ ഒരു 3 പീസ് തുണി എടുക്കണം. ഇതിൽ 2 എണ്ണം സോഫ്റ്റും 1 എണ്ണം ഹാർഡും എടുക്കുക. അതിനുശേഷം അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ലൂഫ റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.